മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ പകർപ്പ് പുറത്ത്. 2023 വിവേക് കിരണ് ഇഡി സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 ഇഡി കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു സമൻസ്. എന്നാൽ വിവേക് കിരണ് ഹാജരായില്ല. ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമൻസ് എന്നാണ് സൂചന. വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഈ ലൈഫ് പദ്ധതി വിഷയങ്ങൾ, വിവാദങ്ങൾ കത്തി നിന്ന സമയമാണ് 2023 ഈ പറയുന്ന സമയം. അപ്പോഴാണ് ഇതിൽ എടുത്ത് കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്, ക്ലിഫ് ഹൗസിലേക്കാണ് ഈ സമൻസ് വന്നിരിക്കുന്നത് എന്നതാണ്. പിന്നീട് അത് എവിടെ പോയി എന്ന് ഒരറിവുമില്ലാത്തൊരു സാഹചര്യവും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? തന്നെ 2023 ഫെബ്രുവരി 14 ഒരു പ്രത്യേകതയുണ്ട്. അന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറിനെ ഇഡി ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ തുടർച്ചയായി ചോദ്യം ചെയ്യുകയും 14 അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതേ ദിവസം രാവിലെ 10:00 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനും ഇഡി നോട്ടീസ് അയച്ചത്. ആ നോട്ടീസ് അയച്ചത് വിവേക് കിരണിന്റെ സ്വകാര്യ വിലാസത്തിലേക്കല്ല എന്നതാണ് ഇതിന്റെ ഒരു ആഴം കൂട്ടുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്, ഔദ്യോഗിക വസതിയിലേക്കാണ്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലാണ് ഇഡിയുടെ കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദിന്റെ പേരിൽ ഒരു സമൻസ്, ചോദ്യം ചെയ്യലിന്, മൊഴിയെടുക്കലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സമൻസ് എത്തുന്നത്. പക്ഷേ ആ സമൻസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതും മാത്രം ആർക്കും ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. മാത്രമല്ല, ഈ വിവേക് കിരൺ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്ന് കൃത്യമായി ഇഡിയുടെ സൈറ്റിലൊക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഒരാൾ നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരായില്ലെങ്കിൽ പിന്നീട് 2 തവണ കൂടി ആ നോട്ടീസ് അയക്കും. അതിനുശേഷം കോടതിയെ സമീപിക്കും, കോടതിയിൽ നിന്ന് വാറണ്ട് വാങ്ങും. ആ വാറണ്ട് വാങ്ങി പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുക്കും. ഇതൊന്നും